വലിയ കാര്യം പോലെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുന്ന കാണുമ്പോൾ മീൻ വരുന്ന പോലെ ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങത്തുമ്പോൾ നട്ടാ മനസ്സിലാകുന്ന മീനൊന്നല്ല. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരമായിട്ട് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മീൻ പിടിക്കാൻ വെച്ചിട്ട് നമ്മുടെ ഫിഷിംഗ് റോഡിൽ എടുത്തിട്ട് നേരെ നമ്മൾ പാറപ്പുറത്തേക്കാണ് കേട്ടോ വിട്ട്. ഇപ്പോൾ കുറച്ചായിട്ട് വെയിലിൽ നല്ല കുറവായതുകൊണ്ട് തന്നെ വൈകുന്നേരം അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് വൈകുന്നേരം ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ മീൻ പിടിക്കാനുള്ള വേർത്തന്നെ ഒരു രസം എന്ന് വെച്ചിട്ട് നമ്മൾ പോയതാണ്. പക്ഷേ ആദ്യം ഇങ്ങനെ ചൂണ്ടിയിടുന്നതല്ലാണ്ട് ഒരു മീനിന് പോലും ആടുന്ന് നമുക്ക് കിട്ടിയിട്ടൊന്നും. പക്ഷേ ആ ഒരു ഏരിയ വൈകുന്നേരം ആകുമ്പോൾ നല്ല നൈസാണ് കേട്ടോ. മീൻ പിടിക്കാനല്ലെങ്കിൽ വൈകുന്നേരം അവിടെ പോയിട്ട് വെറുതെ ഇങ്ങനെ കഥ പറയാൻ തന്നെ നല്ല രസമായിരിക്കും. നമ്മൾ നിൽക്കുന്നതിന്റെ താഴെ തന്നെ കുറേ ചെറിയ ചെറിയ ഞണ്ടെല്ലാം, പക്ഷേ അതിനൊന്നും തിന്നാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലെ ഫുൾ ചളിയായിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആടുന്ന് നമ്മൾ മാറി മാറി ചൂണ്ടിയിട്ടിട്ട് നമുക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല എന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സത്യാവസ്ഥ. അതുകൊണ്ട് അത് ആ സ്ഥലത്തിന്റെ പ്രശ്നമായിരിക്കും എന്ന് വെച്ച് നമ്മൾ പിന്നെ നേരെ നമ്മുടെ പാലത്തിന്റെ മേലെ പോയിട്ട് കേട്ടോ ചൂണ്ടിയിടാൻ പോയി. ആടെ ഇതിന്റെ വെയിറ്റ് ഇട്ടപാട് കുറെ മീൻ ചുറ്റുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പോലും കൊളുത്തിയിട്ടില്ല. എന്താണെന്നായിരിക്കും മീനുകൾക്കെല്ലാം ഭയങ്കര ബുദ്ധിയാന്ന് തോന്നിപ്പോ. പാലത്തിന് മേലെ നമ്മളെ കൂടാണ്ട് ആടെ സ്ഥിരമായിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ വരുന്ന ആൾക്കാരെയും കൂടി കണ്ടിരുന്നു കേട്ടോ. ഓരോ ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ട് ആ സാധനം ഇങ്ങനെ കയറിൽ താത്തിയിട്ട് അവിടെ കെട്ടിയിട്ട് വെക്കുകയും ചെയ്യും. എനിക്ക് കുറച്ച് സമയം മറ്റേ എടുക്കുകയും ചെയ്യും. അന്നേരം മീനെല്ലാം ഉണ്ടാവുന്ന തോന്നുന്നു ആർക്കറിയാം. നമ്മൾ പിന്നെ ആടെ വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മീൻ പോലും കിട്ടൂല എന്നുള്ള ഉറപ്പായതുകൊണ്ട് നമ്മൾ പിന്നെ നേരെ നമ്മളെ കടയിലുള്ള കായൽ തീരത്ത് പോയിട്ട് കുറച്ച് കടിയെല്ലാം വാങ്ങിച്ച് തിന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ ബൈ.